ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡോക്ടർ ഓഫ് പ്ലഷറാണ് ഡിസ്കസ് ചെയ്തത്. അത് കാണാത്തവർ പോയി കാണുക. ഇന്ന് ഞാൻ ഡോക്ടർ ഓഫ് പ്ലഷറിൻ്റെ എക്സെപ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ പേഴ്സൺ ഓർ ആൻ എംപ്ലോയി ഡിസ്മിസ്ഡ് ഫ്രം ദ സർവീസ് ഓർ റെഡ്യൂസ്ഡ് ഇൻ എ റാങ്ക് ഓൺ ദ ബേസിസ് ഓഫ് എ ക്രിമിനൽ ചാർജ്. ഒരു ക്രിമിനൽ ചാർജിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ റാങ്കിൽ നിന്നും റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആർട്ടിക്കിൾ 311 വയലേഷൻ അല്ല. രണ്ടാമത്തെ എക്സെപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രസിഡന്റിനോ ഗവർണർക്കോ തോന്നുകയാണ് ഒരു റീസണബിൾ എൻക്വയറി നടത്താനായിട്ട് പറ്റുകയില്ല ഓൺ ദി ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്കിൻ്റെ സുരക്ഷിത മാനിച്ച് ഒരു റീസണബിൾ എൻക്വയറി കണ്ടക്ട് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ തന്നെ ഈ പറയുന്ന എംപ്ലോയി സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യാം. മൂന്നാമത്തെ എക്സെപ്ഷൻ, അതോറിറ്റിക്ക് തോന്നുകയാണ് റീസണബിൾ എൻക്വയറി നടത്താനായിട്ട് പ്രാക്ടിക്കബിൾ അല്ല എന്ന് ഒരു അതോറിറ്റിക്ക് തോന്നുകയാണെങ്കിൽ ഇൻ റൈറ്റിങ്ങിലോടുകൂടി എഴുതുക, എന്താ റീസൺ, പ്രാക്ടിക്കൽ എൻക്വയറി നടത്താൻ പറ്റാത്തതിന് റീസൺ എന്ന് എഴുതുക. അതൊരിക്കലും ആർട്ടിക്കിൾ 311 വയലേഷൻ അല്ല എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡോക്ടർ ഓഫ് പ്ലഷർ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇന്ത്യയിൽ ഡോക്ടർ ഓഫ് പ്ലഷർ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുന്നില്ല. ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റേറ്റ് വേഴ്സസ് അബ്ദുൽ മജീദ്. ആ കേസിൽ ഒരു സബ് ഇൻസ്പെക്ടറെ ഡിസ്മിസ് ചെയ്യുകയും കോടതി പറഞ്ഞു സബ് ഇൻസ്പെക്ടർക്ക് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ന് വരെ വർക്ക് ചെയ്തു ആ വർക്കിനുള്ള സാലറി അല്ലെങ്കിൽ അരിയേഴ്സ് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് ഈ സ്റ്റേറ്റ് വേഴ്സസ് അബ്ദുൽ മജീദിൽ പറഞ്ഞത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡോക്ടർ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ക്രൗണിൻ്റെ പ്ലഷർ അല്ലെങ്കിൽ ക്രൗണിൻ്റെ ഇഷ്ടം എന്ന് വരെ ഉണ്ട്, അതുവരെ എന്ത് ചെയ്യാം? എംപ്ലോയിക്ക് വർക്ക് ചെയ്യാം. ക്രൗൺ എന്ന് പോകണം, പിരിച്ചുവിടണം എന്ന് പറയുകയാണെങ്കിൽ അന്ന് തൊട്ട് എന്ത് ചെയ്യണം? എംപ്ലോയി സർവീസിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന ഒരു ഇതാണ് ഡോക്ടർ ഓഫ് പ്ലഷർ. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും ഒരു പ്രസിഡന്റിനോ ഗവർണർക്കോ സർവീസിൽ നിന്നും നാളെ നീ വരണ്ട എന്ന് ഒരിക്കലും അവർക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിലൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 311. അതിനൊരു സബ്സ്റ്റാൻറ്റീവ് ചെയ്യുന്ന ഒരു കേസും കൂടിയാണ് സ്റ്റേറ്റ് വേഴ്സസ് അബ്ദുൽ മജീദ്. ഈ കേസിൽ സബ് ഇൻസ്പെക്ടർക്ക് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടുമായി അദ്ദേഹം വർക്ക് ചെയ്ത കാലം വരെയുള്ള അരിയേഴ്സ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് എന്ന് സുപ്രീം കോടതി ഈ കേസിൽ പറയുകയുണ്ടായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക്